കുംബ്ലങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് പഠനോപകരണങ്ങൾ എറണാകുളം MP ഹൈബി ഈഡൻ വിതരണം ചെയ്തു. MP ഫണ്ടിൽ ഉൾപ്പെടുത്തി 16 ലാപ്ടോപ്പുകളും 2 പ്രൊജക്ടറുകളുമാണ് സ്കൂളിനായി നൽകിയത്. സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2023-24 വർഷം MP ഫണ്ടിൽ നിന്നും 16 ലാപ്ടോപ്പുകളും 2 പ്രൊജക്ടറുകളും നൽകി. വിതരണ ചടങ്ങുകളുടെ ഉദ്ഘാടനം MP ഹൈബി ഈഡൻ നിർവഹിച്ചു. പശ്ചിമ കൊച്ചിയുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൊച്ചി രൂപതയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊച്ചിയിൽ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ, ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ആലപ്പുഴ ജില്ലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരമ്പരാഗതമായി പിന്നോക്കാവസ്ഥയിൽ നിന്ന് തീരദേശ മേഖലയെ വിദ്യാഭ്യാസപരമായി സമ്പന്നമാക്കാൻ, സാമൂഹ്യപരമായി മുന്നേറ്റം നടത്താൻ, ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായി എല്ലാ വിഭാഗം ആളുകൾക്കും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഹൈബി ഈഡന്റെ പിതാവ് ജോർജ് ഈഡൻ MP ആയിരുന്ന സമയത്താണ് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആദ്യമായി കമ്പ്യൂട്ടർ നൽകിയത്. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് കാത്തലിക് സെന്ററിലായിരുന്നു. അവിടുത്തെ കമ്പ്യൂട്ടർ ലാബിലായിരുന്നു കുട്ടികളെ ആദ്യം ഹയർ സെക്കൻഡറി തുടങ്ങിയ കാലത്ത് കൊണ്ടുവരുന്നത്. 2000 ബിൽഡിംഗ് വന്നപ്പോൾ ഇവിടെ വെക്കാൻ കമ്പ്യൂട്ടറില്ല. അന്ന് തോപ്പുംപടിയിലുള്ള ജനറ്റ് അലക്സാണ്ടർ ടീച്ചർ ഇവിടുത്തെ പ്രിൻസിപ്പൽ ആയിരുന്നു. ടീച്ചറിന് ജോർജ് ഈഡൻ സാറിനായിട്ട് പരിചയമുണ്ട്. സാറിനോട് കോണ്ടാക്ട് ചെയ്തു. ആദ്യമായിട്ട് നമ്മുടെ വിദ്യാലയത്തിന് കമ്പ്യൂട്ടർ എത്തിച്ചത് ബഹുമാനപ്പെട്ട അന്നത്തെ MP ആയിരുന്ന ജോർജ് ഈഡൻ സാർ. ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അതിനുശേഷം 2002 ജോർജ് സാറ് ഇവിടെ അധികാരത്തിൽ വന്ന പ്രിൻസിപ്പളായിരുന്നപ്പോൾ നമ്മളുടെ അസീം പ്രേംജി, നമുക്കറിയാം അന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ധനവാനാണ് അസീം പ്രേംജി എന്ന് പറയുന്നത്. അസീം പ്രേംജിയുടെ സഹായത്തോടുകൂടി കമ്പ്യൂട്ടർ ലാബ് നവീകരിച്ചു. എന്നാൽ അത് പിന്നീട് ഈ കഴിഞ്ഞ വർഷമായി കഴിഞ്ഞപ്പോൾ വളരെ മോശമായ അവസ്ഥ, കമ്പ്യൂട്ടറുകൾ പലതും മോശമായി, എനിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായി. ആ അവസരത്തിൽ വീണ്ടും നമ്മുടെ കോൺഫറൻസ് ഗ്രൂപ്പ് MD ജോസഫ് സാറിന്റെ സഹായത്തോടുകൂടി അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്കൂൾ PTA-യുടെയും ജോസഫ് സാറിന്റെ സഹായത്തോടുകൂടി ആ കമ്പ്യൂട്ടർ ലാബ് നവീകരിച്ചു. അപ്പോൾ വീണ്ടും പ്രതിസന്ധി ഞാൻ നേരിട്ടുകൊണ്ടിരുന്നു. കമ്പ്യൂട്ടർ ലാബ് ഇപ്പൊ MD കണ്ട് പറഞ്ഞു എക്സലന്റ് ആയിട്ടുണ്ട്, വളരെ നന്നായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായ അദ്ദേഹത്തിന്റെ വാക്കിന്. പക്ഷെ അപ്പോൾ അതിനകത്ത് വെക്കാനായിട്ടുള്ള കമ്പ്യൂട്ടർ നമുക്കില്ലായിരുന്നു. ഞാൻ ഈ കമ്പ്യൂട്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സോടുകൂടിയാണ് സ്വീകരിച്ചത്. കൊച്ചി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, വൈസ് പ്രസിഡന്റ് PA സഗീർ, വാർഡ് മെമ്പർ താര രാജു, PTA പ്രസിഡന്റ് നെൽസൺ കോച്ചേരി, പ്രിൻസിപ്പൽ വിൻസെന്റ് PL, HM വത്സല മേരി ഡിസിൽവ, LP സ്കൂൾ HM സിബി ഗോഡ്ഫ്രെ, റോയ് സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. 16 കമ്പ്യൂട്ടറാണ് നമ്മുടെ ഈ 3 സ്കൂളുകൾക്കായി, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, LP സ്കൂളിന് 16 കമ്പ്യൂട്ടർ, 2 പ്രൊജക്ടർ നൽകുന്നു. അങ്ങനെ വളരെ സന്തോഷത്തിലാണ് നമ്മൾ. വളരെ മാനേജർ എന്നുള്ള നിലയിൽ ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ ഹൈബി ഈഡന് നന്ദി അർപ്പിക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു സ്കൂളിന്, സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് ബസ് തരാം എന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കത്തിടപാടുകളും കാര്യങ്ങളും ഒക്കെ ഇനി നടത്തണം. അതിനെക്കുറിച്ച് അവിടെ സ്കൂളിലെ അധികാരികളോട്, അവിടെയുള്ളവരോട് എനിക്ക് സംസാരിക്കണം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മളെ പോലെ നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.